ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഹെയർ കെയർ ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി വീക്കിലി ഒരു 2 ടൈംസ് ഒക്കെ ചെയ്യണതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയറിലല്ല ഞാൻ കാണിക്കുന്നത്, ഉണ്ണിയുള്ള ഹെയറിലാട്ടോ. അവരത് ഡെയിലി ഒക്കെ ചെയ്യാറുണ്ട്. സ്കൂളിൽ പോകുന്ന ടൈമിൽ അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രാത്രി ഞാൻ പിന്നി കെട്ടി വെച്ച മുടിയാട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ മടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ വെളിച്ചെണ്ണയില്ലേ, അപ്പോൾ നമ്മൾ 2 ടീസ്പൂണൊക്കെ ആയിരിക്കും ഒരു ഡെയിലി യൂസ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഒരു തുണ്ട് ഉലുവയും പിന്നെ കുറച്ച് 3-4 ലീഫ് കറിവേപ്പില, ഒരു 3-4 തണ്ട് കറിവേപ്പില ഇടുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ കളർ മാറട്ടെ, അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ട് ഹെയറിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇതിപ്പോഴും തലയിൽ ഒരു ലൈറ്റ് ചൂടോട് കൂടി തേക്കാൻ തട്ടെ നല്ലത്. നമ്മളിത് നന്നായി ചൂടാണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ചൂടില്ലേ, ആ ചൂടോട് കൂടി നമ്മൾ നമ്മുടെ നെറുകയിലും പിന്നെ നമ്മുടെ ഈ വഴകളിലൊക്കെ ഇങ്ങനെ നന്നായി തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തല കുനിച്ചിട്ടിട്ട് അടിയിലേക്ക് മുടി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ തലയിലൊക്കെ നമ്മൾ നന്നായി തേക്കുക. ഇത് നമ്മൾ സ്വയം തേക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ മുടിയുടെ സ്ഥലത്തൊക്കെ തേക്കാൻ പറ്റും. അങ്ങനെ തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് തല കഴുകി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 പേരെ തലയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ മുടി തുമ്പ് കുറച്ച് വെട്ടാറായിട്ടുണ്ടെന്നാലും അത്യാവശ്യം നല്ല മുടിയാണ്. ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും ഇല്ല കേട്ടോ അവരുടെ തലയിൽ. ഈ മുടിയുടെ ഇഴകളിലും അടിയിലൊന്നും അങ്ങനെ പൊട്ടലൊന്നുമില്ല കേട്ടോ. അങ്ങനെ മുടിയുടെ അടിയിൽ അങ്ങനെ പൊട്ടിപ്പോവലൊന്നുമില്ല. അധികം മുടി കൊഴിച്ചിലുമില്ല. ചിലപ്പോൾ അവരെ ഏജിൻ്റെ ആയിരിക്കും. നല്ല നന്നായി ഇപ്പോൾ ഹെയർ ഫോൾസ് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നന്നായി മുടി വളരുന്നല്ല പറയണത്, പക്ഷെ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പിന്നെ ഉള്ളു വരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉള്ളു വരാൻ. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുക, പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുക, പ്രോട്ടീനൊക്കെ ഉള്ള നല്ല ഫുഡൊക്കെ കഴിക്കാറുണ്ടോ. പിന്നെ ഇതിങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് മുടിക്ക് നല്ല സ്മൂത്ത്നെസ് ഒക്കെ വരും. എൻ്റെ മുടി ഓൾറെഡി ഒരു ലൈറ്റ് ചെമ്പ കളറാണ്. അപ്പോൾ ഇത് തേക്കുമ്പോൾ എനിക്ക് കുറച്ച് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ലതാണ്. ഉലുവ ഓൾറെഡി നമുക്കറിയാലോ, ഒരു ഉലുവയും കറിവേപ്പിലും ഒക്കെ നമ്മുടെ ഹെയർ നല്ലതാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചെയ്തിട്ട് നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകണമെന്നൊന്നുമില്ല. ഈ എണ്ണ തലയിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യണവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ ഷാമ്പൂ ഇട്ട് കളയുക എന്നൊക്കെയുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം തലയിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിന് ശേഷം കഴുകി കളയുക കേട്ടോ നല്ലത്. പിന്നെ നമുക്ക് ഇതാക്കാം. അപ്പോൾ ഇവരുടെ മുടി ഹെയർ ഇങ്ങനെ അടിയിൽ കുറച്ച് വെട്ടുണ്ട്, എന്നാലും ഇത് യൂസ് ചെയ്യണ കാരണം ഇവർക്ക് നല്ല വ്യത്യാസം കണ്ടിട്ട് ഞാനിത് പറ്റുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വരെ ഹെയറിന് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ തല ഇങ്ങനെ അടിയിലേക്ക് ഇട്ടിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നന്നായി തേച്ചതിൻ്റെ ശേഷം പോയി കുളിച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. ഉലുവയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. നമ്മൾ സാധാരണ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്ത് അരച്ച് തേക്കില്ലേ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇത്. അത് ചിലപ്പോൾ നമുക്ക് ജലദോഷം വരാൻ അങ്ങനെ വെള്ളം നീരിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി നല്ലതാണ്. ഇതാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും പിന്നെ ആ കറിവേപ്പിലയുടെ എല്ലാം കൂടിയിട്ടാകുമ്പോൾ നമുക്കിതാവും. ഇനി ഞാൻ ഇവരെ കുളി കഴിഞ്ഞിട്ടുള്ള കാണിച്ചു തരാം കേട്ടോ. ഇത് വെച്ച് വിചാരിച്ച് നമുക്ക് ഷാമ്പൂ ഇട്ട പോലെ അങ്ങനെ മുടി നല്ലതാവുന്നില്ല. പിന്നെ ഇത് കുളി കഴിഞ്ഞ് വന്നിട്ട് ചെറിയ ആളുടെ മുടിയുടെ തുമ്പാട്ടത് തുമ്പ് വെട്ടാറായിട്ട്, പക്ഷേ അള്ളൊക്കെ ഉണ്ടോ മുകളിലേക്കൊക്കെ നല്ല ഉള്ളുണ്ട്. പിന്നെ അടിയിങ്ങനെ പൊട്ടി പൊട്ടി പോകണമെന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഉള്ളു വരുന്നുണ്ട്. ഇവരുടെ മുടി ആദ്യം മൂത്താളിൽ കുറച്ച് ഉള്ളുണ്ടായിരുന്നു, രണ്ടാമത്തെ ആൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ ഹെയറിൽ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ അടിയിലത്തെ പൊട്ടലും പിന്നെ നമുക്ക് നല്ല ഹെയർ ഫോളൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം വരെയൊക്കെ നമുക്കിത് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ, നല്ല ടിപ്പാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാസം ഹെയറൊക്കെ കട്ട് ചെയ്ത് നോക്കുക. ഹെയർ കെയറിനെ കുറിച്ച് എനിക്ക് അങ്ങനെ നന്നായി പറയാനൊന്നും അറിയില്ല, എന്നാലും ഇതെല്ലാവരും യൂസ് ചെയ്ത് നോക്കി നോക്കുക. ഇതെല്ലാവർക്കും പറ്റണം നല്ലൊരു ടിപ്പായതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ പറഞ്ഞു തന്നത്. ഇതാണ് ഞാനിപ്പോൾ മെയിനായിട്ട് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുക. എൻ്റെ ഹെയർ നന്നായി വളരേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും മറ്റേ ഹെയർ ഫോളൊക്കെ കുറഞ്ഞ് നന്നായിട്ട് മുടി ഹെൽത്തി ആയിട്ടിരിക്കും. ഇത് എപ്പോഴും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യും. ഇനിയിപ്പോൾ വർക്കിന് പോകുന്നവരൊക്കെ ആണെങ്കിൽ വീക്കിലി ഒരു 2 ടൈംസോ 3 ടൈംസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മൂത്താളുടെ മുടിയാണ്, ആളുടെ മുടി അതെ അത്യാവശ്യം ഉള്ളോട് കൂടിയിട്ടും പിന്നെ പെട്ടെന്ന് നീളം വെക്കാനും ഹെൽപ്പ് ചെയ്യണം അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നീളം വയ്ക്കും. ഒരു മാസം തന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല വ്യത്യാസം കണ്ടറിയാൻ പറ്റും. എന്തായാലും എല്ലാവരും ഒരു 1 മന്തെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു. താങ്ക് യു ഓൾ.